കഴിഞ്ഞിട്ട് നമ്മളിത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൂടുവാനായിട്ട് അല്ലെ ഇന്ററാക്ഷൻ ചെയ്യുവാനായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് പേഴ്സണലായിട്ട് എല്ലാവരോടും സംസാരിക്കാം എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു. ബട്ട് ഫോർ നൗ ഇവിടെ ഷൈജാൻ പറഞ്ഞ പോലെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുമാകുന്നു സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ചെറിയൊരു ബ്രീഫ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് ഡിവോഷൻ പ്രീനെ ആയിരിക്കും ഈ സമയത്ത് എടുക്കുന്നത്. ലെൻഡ് ആകുന്നുവല്ലോ. ലെൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ റിഫ്ലക്ഷൻസ്, ഒരു പേഴ്സണൽ തോട്ട് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാം എന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാകുന്നു. സാംസൺ അച്ഛനോടും ജസ്വിൻ അച്ഛനോടും ഈ ചുമതലക്കാരോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹം. ഇത് മുന്നമേ തന്നെ സാംസൺ അച്ഛൻ കോണ്ടാക്ട് ചെയ്യുകയും ജസ്റ്റിൻ അച്ഛനും ഉൾപ്പെടെ പിന്നെ ഷൈജാൻ ഉൾപ്പെടെ ഇവരെല്ലാവരും തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഇങ്ങനെയുള്ളൊരു സമയം ഒന്ന് ക്രമീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു വേദി എല്ലാവരെയും കാണുവാനായിട്ട് ഇതിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു വേദി ഒരുക്കുകയും ചെയ്തു. അതിനായിട്ട് അവരോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് പ്രത്യേകിച്ച് അറിയിച്ചുകൊള്ളുന്നു. ഈ ലെൻറ്റ് സീസണിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്, വി ജേർണി ത്രൂ ദിസ് ലെൻറ്റ് സീസൺ ആസ് പിൽഗ്രിംസ്. പിൽഗ്രിമേജ് എല്ലാ സമയവും നടക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം അല്ലല്ലോ. അതൊരു പ്രത്യേക അനുഭവമാകുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള വർഷത്തിൽ, അത് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പിൽഗ്രിമേജ് വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു. ഈ ഒരു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ കുരിശ് ആകുന്നു. ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ നമ്മുടെ കർത്താവാകും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആകുന്നുവോ അതുപോലെ തന്നെ ആകുന്നു നമ്മുടെ യാത്രയും. ഈ ഒരു പിൽഗ്രിമേജ് യാത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു പിൽഗ്രിമേജ് യാത്രയിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള മറ്റുള്ളവർക്കുണ്ടാകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങും അതൊരു പ്രത്യേകതയാകുന്നു. ഇറ്റ്സ് സംതിങ് വെരി സ്പെഷ്യൽ, വെരി പേഴ്സണൽ ഐ ഷുഡ് സേ. ഈ ഒരു യാത്രയിൽ നമ്മൾ പലരെയും കാണും, പലരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. ഈ കാണുന്നവരോടെല്ലാം തന്നെ ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്നേഹം, കർത്താവിനെ ക്രൂശിൽ കണ്ടതായിട്ടുള്ള ആ ത്യാഗ മനോഭാവം, ആ സഹിഷ്ണുത, ആ ക്ഷമ, അതൊക്കെയും കാട്ടുവാനായിട്ടും പകർന്നു കൊടുക്കുവാനായിട്ടുമുള്ള ഒരു അനുഭവം കൂടെ ആകുന്നു. കർത്താവിനെ യാത്രയിൽ കർത്താവ് കണ്ടുമുട്ടിയതായിട്ടുള്ള വ്യക്തികൾ ആരും യാഥാർത്ഥ്യമായിട്ടുള്ള റാൻഡമായിട്ടോ കോയിൻസിഡന്റലായിട്ടോ കണ്ടുമുട്ടിയതായിട്ടുള്ള വ്യക്തികളല്ല. ഉദാഹരണത്തിന് ശമരിയക്കാരി, കിണറ്റിനരികെ ഇരുന്നതായിട്ടുള്ള ശമരിയക്കാരി സ്ത്രീ, അത് കോയിൻസിഡന്റൽ അല്ല. ഹി ഹാഡ് എ ഡെഫിനറ്റ് പ്ലാൻ ആൻഡ് പേർപ്പസ് ഇൻ മീറ്റിംഗ് ഹർ ഓൺ ഹിസ് ജേർണി ടുവേർഡ്സ് ദി ക്രോസ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് സക്കായിയെ കർത്താവ് കണ്ടുമുട്ടിയതും അതൊരു കോയിൻസിഡന്റൽ ആയിട്ടല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ടല്ല. ഇറ്റ് വാസ് എ വെരി ഡെഫിനറ്റ് പ്ലാൻ ആൻഡ് ഡെഫിനറ്റ് പേർപ്പസ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമല്ല, അനേകരെ നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടോ ഇവരെല്ലാം തന്നെ ഒരു റാൻഡമായിട്ട് അല്ലെങ്കിൽ കോയിൻസിഡന്റലായിട്ട് കർത്താവ് കണ്ടുമുട്ടിയതാണ് എന്നുള്ളത്? നോ, ഇറ്റ് വാസ് ഹി സോർട്ട് ഔട്ട്, ഹി സെർച്ച്ഡ് ഔട്ട്. സമൂഹത്തിന്റെ മാർജിനിൽ നിൽക്കുന്നവരും താഴെപ്പെട്ടവരും ദുഃഖിതരും പ്രയാസം അനുഭവിക്കുന്നവരും കോൺഫിഡൻസ് ഇല്ലാതെ ജീവിക്കുന്നവരും ഒരു സമൂഹത്തിന്റെ ഫ്രിഞ്ചസിൽ ജീവിക്കുന്നതുമായ ഇവരെല്ലാവരെയും തന്നെ കർത്താവിനെ യാത്രയിൽ, ആ കുരിശിലോട്ടുള്ള യാത്രയിൽ അവരെ സോർട്ട് ഔട്ട് ചെയ്ത്, സെർച്ച് ഔട്ട് ചെയ്ത് അവരോട് ഇടപെടുന്നതായിട്ടുള്ള അവരുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതായിട്ടാകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ലെൻറ്റൻ പിൽഗ്രിമേജ് ജേർണിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിട്ടുള്ള വ്യക്തികൾ അവരാരും എനിക്ക് തോന്നുന്നില്ല അവർ ആക്സിഡന്റിലാകുന്നു, കോയിൻസിഡന്റിലാകുന്നു എന്നുള്ളത്. whomever we meet on our journey,
God provides them for us with a definite plan and a definite purpose. അപ്പം അവരുടെ ജീവിതം രൂപാന്തരപ്പെടും. നമുക്കും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാനായിട്ടും നമ്മൾ മുട്ടുന്നവരുടെ ജീവിതം രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ടും ഒരു സഹായമായിരിക്കാൻ, ഒരു തുണയായിരിക്കാൻ, ഒരു ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരാകുന്നു, വ്യക്തികളാകുന്നു. അവർ നമ്മുടെ റിലേറ്റീവ് ആകണമെന്നില്ല, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആകണമെന്നില്ല. They could be anyone whom we meet on our journey. But we always remember that God provides them on our journey for a definite plan and a definite purpose. ഈ ഒരു ലെൻറ്റൻ സീസണിൽ അല്ലാത്ത സമയങ്ങളിൽ throughout the year we have a specific rhythm of our life, which is very different, which could be very different from how we ought to be and from how God wants us to be. എന്നാൽ ഈ ഒരു സ്പെസിഫിക് പീരിയഡിൽ we come back to God from our daily routines of our lives. We come back to God in search of God, in the loving arms of God. അപ്പം നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീൻ, നമ്മൾ ഈ ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാകുന്നതായിട്ടുള്ള ഡെയിലി റുട്ടീനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റുട്ടീൻ ആകുന്നു നമുക്ക് നമ്മുടെ ഈ ലെൻറ്റൻ ജേർണിയിൽ നമുക്ക് കാണുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും നമുക്ക് സാധ്യമായി തീരുന്നത്. ഈ ഒരു റുട്ടീനിൽ, ഈ ഒരു സ്പെസിഫിക് റുട്ടീനിൽ, അതായത് ഈ ലെൻറ്റൻ ജേർണിയിൽ നമ്മൾ അനുഭവിക്കുന്ന റുട്ടീൻ, വി ഫൈൻഡ് മോർ ടൈം ഫോർ റീഡിങ്, വി ഫൈൻഡ് മോർ ടൈം ഫോർ പ്രേയേഴ്സ്, we find more time for reflection and also a time of silence. See, ഈ ഒരു പുതിയ റിതമിൽ, ഈ ഒരു പുതിയ റുട്ടീനിൽ വരുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു താങ്ങായിരിക്കുക, ഒരു തുണയായിരിക്കുക, ആ ഒരു റിതമിലോട്ട് നമ്മുടെ ജീവിതം വരുമ്പോൾ നമുക്കതൊരു അതിൻ്റെതായിട്ടുള്ളൊരു ധന്യത കാണുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അപ്പം ദൈവത്തിൻ്റെ ആ സ്നേഹം we spread or we share it with others in the most tangible way. In other words, in ways that others can experience God's love from our lives, from our actions. പ്രിയപ്പെട്ടവരെ, ലെൻറ്റ് ദൈവവും നമ്മളും ഇതൊരു യാത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ധകാരം നിറഞ്ഞതായിട്ടുള്ള സമയങ്ങളിൽ നിന്ന് പ്രകാശത്തിലോട്ടുള്ള ഒരു യാത്രയാകുന്നു. അന്ധകാരത്തിൽ നിന്ന് ഒരു മെഴുകുതിരിയുടെ പ്രകാശത്തിലോട്ടുള്ള ഒരു യാത്രയാകുന്നു. See, the more we come closer through this journey to this destination, the more brighter the candle seems to be for us. Our Karthav, he seems to be more brighter for us. See, as God seems to be more brighter for us, more blessings for us, more love for us, in the same way as we near to God, God also becomes nearer to us. He also comes closer to us. നമ്മുടെ ജീവിതം ധന്യമായി തീരുവാൻ തക്കവണ്ണം നമ്മൾ കർത്താവിനോട് എത്രമാത്രം ഈ യാത്രയിൽ അടുത്തോണ്ടിരിക്കുന്നുവോ അത്രമാത്രം കർത്താവ് നമ്മുടെ ജീവിതത്തിലോട്ട് അടുത്തോണ്ട് ഇരിക്കും, നമ്മുടെ ജീവിതത്തിലോട് സമീപസ്ഥനായിരിക്കും. അതിൽ കൂടെ നമ്മുടെ ജീവിതവും അനേകരുടെ ജീവിതങ്ങളും ധന്യമായി തീരുവാൻ തക്ക. ഇതൊരു ഒരു സോളിറ്ററി യാത്രയല്ല, ഇതൊരു വ്യക്തിപരമായിട്ടൊരു യാത്ര മാത്രമല്ല, ഇതൊരു ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയുടെ ഒരുമിച്ചുള്ള ഒരു യാത്രയാകുന്നു. ഈ യാത്രയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഫലങ്ങൾ അത് ലോകം കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാകണം, അതെ, ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ ദിസ് വേൾഡ്. നമ്മൾ കൂടുതൽ മനുഷ്യരായി തീരുവാനായിട്ട് ഇത് സാധ്യമായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തെ നമ്മളിൽ കൂടെ കാണുവാൻ തക്കവണ്ണം, as we become more human, as we are filled with more humanity and as we become more human to others, genuine ആയിട്ടുള്ള ഹ്യൂമൻനെസ് നമ്മളിൽ കാണുമ്പോൾ ലോകം നമ്മളിൽ കൂടെ
ദൈവത്തെ കാണുവാനായിട്ടുള്ള വലിയൊരു അവസരം ഉണ്ടാകുന്നു. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് പേഴ്സണൽ ഓർ എ സോളിറ്ററി ജേർണി, വി ട്രാവൽ ടുഗദർ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നു. ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആകുന്നു, കമ്മ്യൂണിറ്റിയുടെ വലിയൊരു യാത്രയാകുന്നു. ആ യാത്രയിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ലോകം കണ്ടറിയണം, യെസ്, വി ബിലോങ് ടു ഗോഡ്, ഗോഡ് ഈസ് ഇൻ വർക്ക് ഇൻ ദിസ് വേൾഡ്. ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എൻ്റെ വാക്കുകളിൽ ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാകുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ പറയുന്നു, tear your hearts, in other words, rend your hearts, not your garments. Return to me with all your heart in fasting, in weeping and mourning. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സുകളെ തുറന്നുകൊണ്ട് നമ്മളെ തന്നെ വരുവാൻ. ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി. ഇറ്റ്സ് നോട്ട് സി ലവിങ് others who have hurt us or caring for others who have insulted us. This is certainly not very easy thing, but when you do it, you become really a source of comfort, a source of love. You become reflections of God. You become what God really wants. I mean, me, you, we all together, we become what God really wants from our lives. കർത്താവിന്റെ സന്നിധിയിൽ അപ്രകാരം കടന്നു വരുവാൻ ഈ യാത്രയിൽ കൂടെ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതായിട്ടുള്ള ആ ചിന്ത, നമ്മൾ ഈ യാത്രയിൽ എത്രമാത്രം യേശുവിനോട് അടുക്കുന്നുവോ അത്രമാത്രം യേശു നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാകുന്നു. അതിന് ഫലം ട്രാൻസ്ഫോർമേഷൻ ഇൻ our lives and in the lives of all the people that we meet on this journey. God bless us all. Thank you so much. Over to Preena. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പ്രഭാത സമയമാണല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കുടുംബമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഉണർവ് യോഗത്തിലും അതുപോലെ ലെൻറ്റ് സീസണിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സന്ധ്യാ നമസ്കാരത്തിലും സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി പ്രത്യേകിച്ച് ദൈവത്തോട് നന്ദി അർപ്പിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാംസൺ അച്ഛനോട്, ജസ്വിൻ അച്ഛനോട്, ഈ പ്രോഗ്രാമിന്റെ ഉണർവ് യോഗത്തിന്റെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്നവര്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് എടുത്ത് അറിയിക്കുകയാണ്. ഷൈജാൻ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഒരുപക്ഷെ ഒരു പുരോഹിതനോടൊപ്പമുള്ള ശുശ്രൂഷയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പലപ്പോഴും കൊച്ചമ്മമാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ എന്നെ കണ്ടതിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയും ആ ഒരു അഭിസംബോധന ഞാൻ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ധ്യാനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. അധികം സമയം ഇങ്ങനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആകുമ്പോൾ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഐ എം ഡയറക്ട്ലി മൂവിങ് ടു ദ ഡിവോഷണൽ പാർട്ട്. ഇന്ന് സഭ നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താ വിഷയം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്നുള്ളതാണ്. എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. അതിനാസ്പദമായ വേദഭാഗങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ച് കേൾക്കുകയും ചെയ്തത്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം, ദ പ്രൊഫറ്റിക് ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 43-ൽ നിന്നാണ് ബിബിൻ നമുക്ക് ഫസ്റ്റ് ലെസൺ റീഡിംഗ് നടത്തിയത്. അതുപോലെ സെക്കൻഡ് റീഡിംഗ് പ്രിയ വായിച്ചത് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5. ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പഴയതിനെ വിട്ട് പുതിയതിനെ സ്വീകരിക്കുകയും ഒരു പുതിയ സൃഷ്ടി ആകുന്നതിനെ കുറിച്ചും നമ്മളോട് എടുത്തു പറയുന്ന വേദഭാഗങ്ങളാണ്. ഇതിനോട് ചേർന്ന് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം, ദ ഗോസ്പൽ പോർഷൻ that the church has given us is from the gospel according to Saint John chapter 3 verses 1 to 8. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണ് ഇന്ന് ഈ ചിന്താ വിഷയത്തോട് ചേർന്ന് സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ്. യേശുവും പരീശന്മാരിൽ ഒരുവനായിരുന്ന ജൂയിഷ് റൂളിംഗ് കൗൺസിലിന്റെ മെമ്പർ ആയിരുന്ന നിക്കോദമോസും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച വളരെ മനോഹരമായി വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. ഇത് ജീസസും നിക്കോഡമസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ മാത്രമായി കാണാതെ
ഈ 2026 നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ സത്യമായി കാണുവാൻ സാധിക്കുന്ന ഇടത്താണ് ഈ നോമ്പ് കാലത്ത് ഈ ഒരു പാസേജിന് ഏറെ സിഗ്നിഫിക്കൻസ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീസസ് ആൻഡ് നിക്കോഡിമസ് എൻകൗണ്ടർ ആണ് നമ്മളുടെ ഇന്നത്തെ പ്രധാന വിഷയം. ഈ നിക്കോഡിമസ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. Now there was a man of the Pharisees named Nicodemus, a member of the Jewish ruling council. He was a rich Pharisee എന്നൊക്കെ വായിച്ചെടുക്കുവാൻ നമുക്ക് മറ്റിടങ്ങളിലും സാധിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരീശന്മാരിൽ ഒരുവനായിരുന്നിട്ടും അതുപോലെ തന്നെ ഒരു സൻഹെദ്രിന്റെ ഭാഗം, ഒരു ജൂയിഷ് റൂളിംഗ് കൗൺസിലിന്റെ ഭാഗമായിരുന്നിട്ടും കർത്താവിനെ കാണണമെന്നുള്ള ഒരു താല്പര്യത്തോടുകൂടെ കർത്താവിന് അരികിലേക്ക് വന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ നിക്കോദിമസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നിക്കോദിമസ് രാത്രിയിൽ വന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിക്കോദിമസിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു ചിന്ത. കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, he came to Jesus at night and said, Rabbi, we know you are a teacher who has come from God. അപ്പൊ ഈ അറ്റ് നൈറ്റ് എന്നുള്ളിടത്ത് പലപ്പോഴും നിക്കോദിമസിന്റെ ഒരു ഐഡന്റിറ്റിയെ നമ്മൾ സ്റ്റക്ക് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം രാത്രിയിൽ എന്തുകൊണ്ടാണ് നിക്കോദിമസ് വന്നത്? അവനൊരു പേടിത്തൊണ്ടനായതുകൊണ്ടാണ്, മറ്റു യഹൂദന്മാരെ പേടിച്ചിട്ടാണ്, അവനൊരു ജൂയിഷ് റൂളിംഗ് കൗൺസിലിന്റെ അംഗമായിരിക്കുന്നത് കൊണ്ട് മറ്റാരെങ്കിലും പകൽ വെട്ടത്തിൽ അവൻ യേശുവിനെ കാണുവാൻ വന്നാൽ അത് അവന്റെ സ്റ്റേറ്റസിന്, അവന്റെ പൊസിഷന്, അവന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റിനൊക്കെ അതൊരു ത്രെറ്റ് ആകുമോ എന്നുള്ള ഭയം കൊണ്ട് നിക്കോദിമസ് യേശുവിനെ കാണുവാൻ രാത്രിയിൽ വന്നു എന്നുള്ളതിലേക്ക് പലപ്പോഴും നമ്മൾ നിക്കോദിമസിനെ കൊണ്ടുവരും. എന്നാൽ രാത്രിയിൽ വന്നു എന്നുള്ളതിനേക്കാൾ ഏറെ നിക്കോദിമസിന്റെ ആ ഒരു താല്പര്യം യേശുവിനെ കാണുവാനായിട്ട് എത്രത്തോളം വലുതായിരുന്നു. എത്രയോ പരീശന്മാരെന്നുണ്ടായിരുന്നു. ഹൗ മെനി മെമ്പേഴ്സ് were there in the Jewish ruling council, but only Nicodemus had that desire in him to come and meet Jesus. അത് രാത്രിയിലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ ഓർക്കാറുണ്ട്, ഈ രാത്രിയിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, മറ്റാരും അവനെ കാണാത്ത ഒരു സമയത്ത് അവൻ യേശുവിനെ കാണുവാനായിട്ട് വന്നു എന്നുള്ളതാ. മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചറാണ്, മറ്റാരും എന്നെ കാണണ്ട, എനിക്കെല്ലാവരെയും കാണണം. നമ്മൾ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗില്, ഈ മീറ്റിംഗിൽ ഇപ്പം ഏകദേശം 112 പാർട്ടിസിപ്പൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ എത്ര പേരാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്? ബാക്കി എല്ലാവരും ഓഫ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാ? മറ്റുള്ളവരൊന്നും എന്നെ കാണണ്ട, പക്ഷെ എനിക്ക് ഈ സ്ക്രീനിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും കാണണം. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത എപ്പോഴും ഭരിക്കുന്നതാ. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. സോ ദിസ് ഇസ് എ ബേസിക് നേച്ചർ ഓഫ് ഹ്യൂമൻസ്. We want to observe everyone, we want to look out for everyone, പക്ഷെ ആരും എന്നെയും എന്റെ പേഴ്സണൽ ലൈഫിനെയും അറിയണ്ട. ഈ ഒരു സൈക്കോളജി തന്നെയാണ് നിക്കോദിമസിന്റെ ജീവിതത്തിലും വർക്ക് ചെയ്തത്. അവന്റെ പൊസിഷൻ അത് ത്രെറ്റ് ആയിരുന്നിരിക്കാം, ഒരുപക്ഷെ അവൻ സമൂഹത്തിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റാറ്റസിന് അത് ബുദ്ധിമുട്ടായിരുന്നിരിക്കാം, പക്ഷേ ഹി ഹാഡ് ദ ഡിസയർ ടു കം ആൻഡ് സീ ജീസസ് എന്നുള്ളതിലേക്കാണ് നമ്മുടെ ഒരു ഫോക്കസ് പോകേണ്ടുന്നത്. കാരണം ഈ നോമ്പ് കാലം എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ അടുത്ത് കാണുവാനുള്ള ഒരു വലിയ സാധ്യതയാണ് തുറന്നു തരുന്നത്. ഇവിടെ ആമുഖമായി ആസാച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു ലെൻറ്റ് പിൽഗ്രിമേജ് ആണെന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ ജേർണി, ദിസ് ഇസ് എ സ്പിരിച്വൽ ജേർണി. അപ്പോ ഈ 50 ഡേയ്സിന്റെ ഫസ്റ്റ് ഡേ നാം തുടങ്ങുന്ന ഇടത്തല്ല 50th ഡേ ഞാനും നിങ്ങളും നിൽക്കേണ്ടുന്നത്. ഇവിടെ കർത്താവ് നിക്കോദിമസിനോട് പറയുകയാണ്, അൺലെസ് യു ആർ ബോൺ ഓഫ് ദ ഫ്ലെഷ് ആൻഡ് സ്പിരിറ്റ്, ഒരു ആത്മാവിലുള്ള ജനനത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നിത് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. 2000 വർഷങ്ങൾക്ക് ശേഷം ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച്, വേദപുസ്തകം അത്യാവശ്യമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇതൊരു ബിഗ് ഡീൽ അല്ല. പക്ഷെ നിക്കോദിമസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പരീശനാണ്. ഒരു പരീശനെ സംബന്ധിച്ച് ബീയിങ് ബോൺ ആസ് എ ഫാരിസി ഈസ് ഇനഫ് ടു എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവന്റെ കണ്ണിലേക്ക് നോക്കി, അവന്റെ മുഖത്തേക്ക് നോക്കി യേശു പറയുകയാണ്, നീ ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം സ്വന്തമാക്കുവാൻ കഴിയില്ല. And that is something I believe it must have hit Nicodemus so hard. അവൻ അതിനെ ഉൾക്കൊള്ളാനേ സാധിക്കത്തില്ല. കാരണം അവൻ കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ തന്നെ അവന്റെ ഉള്ളിലുണ്ട്, സ്വർഗരാജ്യം എനിക്ക് അവകാശപ്പെട്ടിട്ടുണ്ട്, കാരണം ഞാൻ ഒരു പരീശനായി ജനിച്ചിരിക്കുന്നു. പരീശനാണ് എന്ന് മാത്രമല്ല, ഒരു പരീശന്മാരുടെ ഇടയിലെ തന്നെ ഒരു പ്രമാണിയാണ് അവൻ. അതുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിനുള്ള എല്ലാ എലിജിബിലിറ്റിയും അവൻ ഉണ്ട് എന്ന് കരുതി യേശുവിന്റെ അരികിലേക്ക് വന്നൊരു മനുഷ്യനാണ്.
അവിടെ കർത്താവ് പറയാണ്, യു നീഡ് എ സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഇഫ് യു വോണ്ട് ടു ബി പാർട്ട് ഓഫ് മീ. എൻ്റെ ജീവിതത്തിന്റെ ഭാഗം നീ ആകണമെന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ഭാഗം നീ ആകണമെന്നുണ്ടെങ്കിൽ, യു നീഡ് എ സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ. അതുകൊണ്ട് ഈ ഒരു നോമ്പ് കാലം ഇത്തരത്തിലുള്ള ഒരു ആത്മാവിന്റെ രൂപാന്തരപ്പെടുത്തലിലൂടെ കടത്തിവിടുന്നില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ 50 ദിവസവും ബാക്കിയുള്ള 365 ഡേയ്സ് പോലെ തന്നെ പോകും എന്നതിന് സംശയമില്ല. എന്തുകൊണ്ടാണ് നിക്കോദമസിന്റെ ഈ ഒരു എൻകൗണ്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നിക്കോദമസിനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് ഇതേ സുവിശേഷത്തിൽ. When you come to the 7th chapter of the Gospel of Saint John, അതുപോലെ തന്നെ 19ാമത്തെ ചാപ്റ്റർ 19 ഓഫ് ദ സെയിം ഗോസ്പൽ, ഇവിടെ രണ്ടിടത്തും യു ഗെറ്റ് ടു റീഡ് അബൌട്ട് നിക്കോദമസ്. ഈ 2 സ്ഥലങ്ങളിലും നാം നിക്കോദമസിനെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ 3rd ചാപ്റ്ററിൽ കാണുന്ന നിക്കോദമസിനെ അല്ല നാം അവിടെ കാണുന്നത്. കർത്താവുമായുള്ള ഈ കൂടിക്കാഴ്ച ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, ഹൃദയത്തിൽ കൊടുത്ത ഒരു രൂപാന്തരത്തിന്റെ റിഫ്ലക്ഷൻ യു ഗെറ്റ് ടു റീഡ് അബൌട്ട് നിക്കോദമസ് ഇൻ ചാപ്റ്റർ 7 ആൻഡ് ഇൻ ചാപ്റ്റർ 19. In chapter 7 verse 50 we read that he defends Jesus in front of the Pharisees. ഒരു രാത്രിയിൽ കർത്താവിനെ കാണുവാൻ മറ്റ് യഹൂദന്മാരെ ഭയന്ന് വന്ന നിക്കോദമസ് ഇപ്പോൾ പരീശന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി വാദിക്കുന്നത് കാണുവാൻ 7ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഹി ഡിഫെൻസ് ജീസസ്. അവിടെ പരീശന്മാര് തിരിച്ചവനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവന്റെ ഈ ഒരു ജീസസിനോട് ചേർന്നുള്ള ഒരു ഡിഫെൻസ്, ജീസസിനെ ഡിഫെൻഡ് ചെയ്യുന്നതൊന്നും ഫ്രൂട്ട്ഫുൾ ആയില്ല എങ്കിൽ പോലും നിക്കോദമസ് ആർജിച്ചെടുത്ത ധൈര്യം ഈ 3ാം അധ്യായത്തിൽ നാം കാണുന്ന നിക്കോദമസിന്റെയും യേശുവിന്റെയും കൂടിക്കാഴ്ചയിൽ നിന്നാണ്. നീ ഒരു യഹൂദ റബ്ബിയല്ലേ, നിനക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിയത്തില്ലേ എന്ന് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആത്മാവിലെ ജനനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നിക്കോദമസ് വളരെ ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൗ ക്യാൻ ഐ ബി ബോൺ അഗൈൻ? ഇനിയും എങ്ങനെയാണ് എനിക്ക് എന്റെ അമ്മയുടെ ഉദരത്തിലേക്ക് കയറിയിട്ട് വീണ്ടും ഒരു ജനനം സാധ്യമാകുന്നത്? ബിക്കോസ് ഹി ഹാഡ് നോ ഐഡിയ അബൌട്ട് ബീയിങ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഒരു ആത്മീയ രൂപാന്തരത്തെ കുറിച്ചോ ഒരു ആത്മീയ ജനനത്തെ കുറിച്ചോ യാതൊരു അറിവും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനിലേക്കാണ് ഈ ഒരു സത്യ വെളിച്ചത്തെ കർത്താവ് വീശുന്നത്. നമ്മളും ഏറ്റെടുക്കേണ്ടുന്ന ഒന്ന് ഇതാണ്. ഈ നാളുകളിൽ നോമ്പിനോട് ചേർന്ന് ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഒരു ആത്മാവിന്റെ രൂപാന്തരം നമുക്ക് സംഭവിക്കുന്നുണ്ടോ? ഒത്തിരി ഫിസിക്കൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു കാലമാണിത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പുതിയതായി ഈ നാളുകളിൽ ആർജിക്കുന്നുണ്ട്. ബട്ട് വേർ ആർ ദേ ആഫ്റ്റർ ദ 50 days of Lent? 50 ദിവസങ്ങൾക്ക് ശേഷം എവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത്? If these disciplines that we take during these 50 days of Lent, if they don't follow us, if we are not able to follow them during the rest of the year, നമ്മൾ എടുത്ത തീരുമാനങ്ങൾക്കും ഡിസിപ്ലിനുകൾക്കും ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായ തെളിവ്. ഇനി 19ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഏറ്റവും ഭംഗിയായി അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടുത്തെ 39ാമത്തെ വാക്യത്തിലാണ്, അരിമത്യക്കാരൻ യോസഫിനോടൊപ്പം യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നെടുത്ത് കല്ലറയിലേക്ക് വെക്കുവാൻ നിക്കോദമസ് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ വായിക്കാതെ പോകുന്നതോ ശ്രദ്ധിക്കാതെ പോകുന്നതോ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിക്കോദമസ് ഏറെ സുഗന്ധദ്രവ്യങ്ങളുമായി, അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, 75 പൗണ്ട്സ് വേ ചെയ്യുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ജോസഫ് ഓഫ് അരിമത്യയുടെ കൂടെ യേശുവിന്റെ ശരീരം കല്ലറയ്ക്കലേക്ക് കൊണ്ടുപോയത് യേശുവിനെ യഹൂദന്മാരെ ഭയന്ന് രാത്രിയിൽ വന്ന് യേശുവിനെ കണ്ട നിക്കോദമസ് ആണ്. Now you can read, you can see the transformation that happened in the life of Nicodemus. Now when you reach 19th chapter of Gospel of Saint John, we find Nicodemus is brave enough to proclaim to the world that I am by the side of Jesus. കർത്താവിന്റെ പക്ഷത്തിലാണ് ഞാനെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ ധൈര്യമുള്ള നിക്കോദമസിനെ 19ാം അധ്യായത്തിൽ ഞാനും നിങ്ങൾക്കും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ 75 പൗണ്ട്സ് ഓഫ് സുഗന്ധദ്രവ്യങ്ങൾ എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ വായിക്കുകയാണ്. യേശു മരിച്ച രാത്രിയിലാണ് ഈ ശരീരം കല്ലറയ്ക്കൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ജോസഫ് ഓഫ് അരിമത്യ ഒരു ഡിസൈപ്പിൾ ഓഫ് ജീസസ് എന്ന ഫോളോവർ ഓഫ് ജീസസ് എന്നൊക്കെ സുവിശേഷം നമ്മളുടെ മുൻപിലേക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അതിനോടൊപ്പം നിക്കോദമസ് നിന്നു, ആ മനുഷ്യനോടൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ മറ്റ് യഹൂദന്മാർ ഇനിയും തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ഭയം ഈ മനുഷ്യനെ ഇനിയും ബാധിക്കുന്നില്ല. തന്റെ ഈ സമൂഹത്തിലുള്ള സ്റ്റാറ്റസിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആ ത്രെറ്റ് ഒന്നും ഇപ്പോൾ ആ മനുഷ്യനൊരു ബോധറേഷൻ അല്ല, ഒരു കൺസേൺ അല്ല. കാരണം
കർത്താവുമായുള്ള കൂടിക്കാഴ്ച ആ മനുഷ്യനിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സംഭവിപ്പിച്ചു എന്ന് നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ഈ 75 പൗണ്ട് സുഗന്ധദ്രവ്യങ്ങൾ വാൾമാർട്ടിൽ ചെന്നോ സാംസിൽ ചെന്നോ അല്ല ഈ മനുഷ്യൻ മേടിച്ചത്. ഈ ജൂയിഷ് റൂളിംഗ് കൗൺസിലിന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ നിക്കോദമസിന് അറിയാം ഇന്നോ നാളെയോ ഇവൻ കൊല്ലപ്പെടും. അങ്ങനെയെങ്കിൽ അവന്റെ ശരീരത്തിൽ പൂശുവാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഒരുക്കേണ്ടുന്ന ചുമതല എനിക്കുമുണ്ട് എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിനുവേണ്ടി ഒരുങ്ങിയവനാണ് നിക്കോദമസ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെ നമ്മുടെ ലെന്റിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാതൃകയാക്കി എടുക്കാൻ സാധിച്ചാൽ തന്നെ തീർച്ചയായും 2026 50 ദിവസത്തെ നോമ്പ് കഴിയുമ്പോഴേക്ക് എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കും, ഈ ലോകത്തിന്റെ മുൻപിൽ എന്റെ രക്ഷകനായ കർത്താവിനെ വിളിച്ചോതുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ധൈര്യത്തോടുകൂടെ യേശുവാണ് എന്റെ രക്ഷകൻ എന്ന് പറയുവാനുള്ള ധൈര്യം ഈ നോമ്പ് കാലം എനിക്ക് തരും. അതിനുള്ള ശക്തി ഞാൻ ആർജിച്ചെടുക്കും എന്ന് പറയുന്ന നാളുകളായി നമ്മുടെ ഈ ഒരു 50 ഡേയ്സ് ലെന്റ് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നിക്കോദമസ് ഒരു ചെറിയ മനുഷ്യനല്ല. ഒരുപക്ഷെ പരീക്ഷനാണെന്നോ ധനവാനാണെന്നോ അവൻ പേടിച്ച് മാറി നിന്നവനാണെന്നോ ഒക്കെ സുവിശേഷം നമുക്ക് മുൻപിലേക്ക് ഒരു സൂചന തരുന്നുണ്ടെങ്കിലും പിന്നീട് നാം ഇതേ സുവിശേഷത്തിൽ ആ മനുഷ്യനെ കുറിച്ച് വായിക്കുമ്പോൾ എത്ര വലിയൊരു രൂപാന്തരത്തിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. ആത്മാവിൽ ജനനം പ്രാപിക്കുവാൻ, ഒരു പുതിയ സൃഷ്ടിക്ക് ഉടമയായി തീരുവാൻ, ഇന്ന് എന്നെ ഭയപ്പെടുത്തുന്ന പലതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ. നമ്മളെയൊക്കെ ഏറ്റവും അധികം ട്രബിൾ ചെയ്യുന്നത് ഫിയർ എന്ന് പറയുന്ന ഇമോഷനാണ്. ബാക്കി എല്ലാ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാലും psychology says fear is the most crippling of the emotions that a human will ever experience. ഈ ഭയത്തിൽ നിന്നൊരു വിടുതല് ഈ നോമ്പുകാലം നമുക്ക് സാധ്യമായി തീരണം. ഭാവിയെ കുറിച്ചുള്ള ഭയമായിരിക്കാം, മുൻപോട്ട് എങ്ങനെയാ, അത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കാം, ഹെൽത്തിനെ കുറിച്ചുള്ള ഭയമായിരിക്കാം, സോഷ്യൽ സ്റ്റേറ്റസിനെയും സെക്യൂരിറ്റിയെയും കുറിച്ചുള്ള ഭയമായിരിക്കാം. വാട്ട് എവർ യുവർ ഫിയർ, ദ കോസൽ ഫാക്ടർ ഓഫ് യുവർ ഫിയർ ഇസ്, അതിൽ നിന്നൊരു വിടുതല് നോമ്പുകാലത്തിൽ നമുക്ക് സാധ്യമാകണം. കാരണം യേശു പറയുന്നു, ആത്മാവിലുള്ള ജനനം നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കും. ഈ പുതിയ സൃഷ്ടിയുടെ ഭാഗമായി തീരുമ്പോൾ കർത്താവിനേക്കാൾ പ്രാധാന്യം മറ്റൊന്നും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈ നോമ്പുകാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്തരത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു ചെറിയ ധ്യാനം ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് once again for the opportunity. Thank you. Thank you, Achan and Kochumma, for the meditation and message. We will now have a prayer by Preeti Ajit. Father Lord, thank you so much for giving us this opportunity to come together and worship you, Lord. Thank you, Lord, for being with us, Achan and Preeti Kochumma, as they spoke from your word today, Lord. We pray that as they continue to spread your word and be a blessing to whoever comes across, Lord, we pray that you continue to bless them in their ministry, Lord. We pray for both Achan, Samson Achan and family, Jasmine Achan and family. Thank you for their leadership, Lord. We pray that you continue to bless them in their ministry. Father, as we heard from Kochumma about Jesus and Nicodemus, Lord God, as Nicodemus came to see Jesus, to ask how to reach God's kingdom, and where he learned that we need to be born in spirit, Lord. Lord, create in us a heart to grow more closer to you, Lord. Help us to have a spiritual transformation, Lord. Father, Lord, as we entered into the Lent season, we remember the amazing sacrifice you did for us, only because of which we can hope to live in eternity with you, Lord. Father, as we journey on this earth, help us remember that you are our destiny, O Lord. Help us to share your love with everyone, whoever we come across. Help us, O Lord, to turn away from anything that is not right and lead us in a Christ-centered life, Lord. Forgive us of our sins and all our shortcomings, Lord. Father, Lord, as we celebrate Jubilee, we praise you, O Lord. We thank you for all the blessings that you have showered upon us, Lord. We pray that you bless the various initiatives and efforts that is being led by various organizations. We pray that you guide us and lead us in the coming years and help us to grow more in you and lean on to you in every situation. May your will be done in our lives. We pray for all the families in our church, all who are in need, Lord. Anyone who is sick, Lord. We pray for your healing, Lord.
Lord, we pray that this week is a blessing for all of us and keep us all safe. In Jesus' precious name we pray. Amen. Benediction by Matthew Samuel Achan. പിതാവായ ദൈവത്തിൻ്റെയും ഏകപുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നന്മയും കൃപയും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സാദൃശ്യങ്ങളായ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടും നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ടും ഭയത്തിൽ നിന്ന് ഭയമില്ലാത്തതായിട്ടുള്ള ഒരു നാളെയിലേക്ക് പ്രവേശിക്കുവാനായിട്ടും പിതാവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. Amen. We will have a vote of thanks and announcements. After that, we will have a time of interaction with Asa Achan and Kochama. So, I would like to thank the Yuvajana Sakyam for making all the arrangements for those who gave leadership, for Ronnie and Ranjita who gave the opening song, for Aaron and Dinu who helped and assisted in the liturgy, for Bibin and Priya who led in the Bible readings. And I would like to give thanks to our Unarva Revival Committee, convener Shaji David and Rini Matthew, who helped to arrange the Unarva Revival meeting portion of today's prayer meeting. And I like to thank Matthew Samuel Achan and Kochama for their participation today, as well as each and every one of you who joined us today. We will have our usual prayer tomorrow, but remember that tomorrow we will have, led by Parish Mission, in the church sanctuary at 7 o'clock. So please do join us at the church sanctuary for tomorrow's Lent meditation. Then Thursday we will be back online. At this time, we can have a time of interaction with Asa Achan and Kochama. Hi,